ഹലോ ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ ഒരു ട്രേഡ് എടുത്തത് അത് 3 ട്രേഡ് എടുത്ത് 3 പ്രോഫിറ്റായിരുന്നു. ഇന്നും നമുക്ക് നോക്കാം. ആദ്യത്തെ 2 പ്രോഫിറ്റ് ആണെങ്കിൽ മൂന്നാമത്തെ പ്രോഫിറ്റ് എടുക്കാം. അംബുജ സിമെൻ്റ് അല്ലേ, ഞാൻ നേരത്തെ നോക്കിയായിരുന്നു കേട്ടോ. അത് അംബുജാനെ എടുത്തല്ലേ. എനിക്ക് ട്രേഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ കേട്ടോ. ഞാനൊരു 100 days ഓഫ് ചലഞ്ചിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതിൽ എടുക്കട്ടെ. 10 ചില്ലറയായിരുന്നു, ഇപ്പോൾ 11 ചില്ലറയായി. കഴിഞ്ഞ 2 ദിവസത്തെ പ്രോഫിറ്റ്. അതിനെക്കുറിച്ച് തന്നെയാണ് പറയേണ്ടതെന്ന് പറഞ്ഞതും. ആദ്യം ഇതൊന്ന് ഓർഡർ എടുത്ത് വയ്ക്കട്ടെ. എൺപത്തി മതി. മുമ്പ് 80-82 എടുത്തോണ്ടിരുന്നത്, കാരണം അല്ല എടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് 2 ദിവസത്തെ പ്രോഫിറ്റിലാണ് ഇപ്പോൾ 87 എടുത്തത്. അപ്പോൾ 5 ഷെയർ എക്സ്ട്രാ എടുക്കാൻ പറ്റി. അത് ഈ ചെറിയ പ്രോഫിറ്റിൽ കയറി കട്ട് ചെയ്തിറങ്ങണതുകൊണ്ടാണ്. ഞാൻ 100 days ഓഫ് ചലഞ്ചിൻ്റെ കാര്യം പറയാമെന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് ഞാൻ ഇതുവരെ ഞാനത് അത്ര സീരിയസ് ആക്കി എടുക്കാതിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഞാനത് മുമ്പ് ഒരുപാട് വട്ടം ട്രൈ ചെയ്തിട്ടുള്ള കാര്യമാണ്. അന്നൊക്കെ എനിക്ക് ഇതുപോലെ ഗുണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ദോഷമായിട്ട് അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഈ പറഞ്ഞ പോലെ എന്നും ചെറിയ പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യുക. നമ്മുടെ മറ്റേ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മറ്റേ ഈ ബെൻസിൻ്റെയും BMW കണക്കൊന്നും കിട്ടിയില്ലെങ്കിലും ഡെയിലി പ്രോഫിറ്റ് ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ഇതിനകത്ത് വലിയ കാര്യമാണ്. മനസ്സിലാവുണ്ടോ? ഡെയിലി ട്രേഡ് എടുക്കുമ്പോൾ ഡെയിലി ആ ട്രേഡ് പ്രോഫിറ്റിലാണ് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ചെറിയ ചെറിയ പ്രോഫിറ്റോടെ നമ്മൾ ക്യാപിറ്റൽ കൂട്ടിക്കൊണ്ടിരിക്കും. എല്ലാ ദിവസവും ഞാൻ പറയാറില്ല, 4-10% വരെയാണ് നമ്മൾ പ്രോഫിറ്റ് കണക്ക് കൂട്ടാറ്. അപ്പോൾ ചില ദിവസം ലക്കിയാണെന്നുണ്ടെങ്കിൽ 20-25% ചിലപ്പോൾ കിട്ടും. ലക്കിയാണെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ 4%, 5%, 10%. കഴിഞ്ഞ ദിവസം 7.5% എന്തോ ആയിരുന്നു, 7-8% ആയിരുന്നു പ്രോഫിറ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. സെല്ലടിച്ചിട്ട് ഗുണമുണ്ട്, താഴോട്ടടിച്ച് കയറി വരുന്നുണ്ട്. എനിവേ, അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളുടെ ക്യാപിറ്റൽ കൂട്ടാൻ പറ്റും. അതിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ, ഇതൊന്ന് ലൈക്ക് ചെയ്തൊന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് ഈ സംഭവം ഒന്ന് എല്ലാവരും ഒന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ, സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാം. ഇതിനകത്ത് നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് നമ്മളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇൻട്രാഡേയിൽ ഈ ചെറിയ പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങുന്ന സ്കാൽപ്പിംഗ് എന്ന് പറയുന്ന പരിപാടിയാണ്. അതിനകത്ത് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ ദിവസവും നമ്മളുടെ പ്രോഫിറ്റ് മാക്സിമം കയറ്റാൻ എന്തായാലും ശ്രമിക്കും. മാക്സിമം പ്രോഫിറ്റ് കയറ്റാൻ 100 ദിവസമാകുമ്പോൾ നമ്മൾ മുടക്കിയ മുതലിൽ നിന്നും അതിനകത്ത് എത്ര രൂപ ബാലൻസ് ഉണ്ട് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം. ഒരു ചലഞ്ചായിട്ട് തന്നെ എടുത്താൽ മതി. അതൊരു ഗെയിം മോഡായിട്ട് തന്നെ പൊക്കോളും. അപ്പോൾ എല്ലാവരും ഇതുപോലെ അതിനകത്ത് ഒത്തുചേരുമ്പോൾ എല്ലാവർക്കും കിട്ടിയ പോയിൻ്റ് പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. ഓരോ ദിവസം ട്രേഡ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് എത്രയാണ് കിട്ടിയെന്നുള്ളതും ടോട്ടൽ എമൗണ്ട് എത്രയാണെന്നുള്ളതും കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ടോട്ടൽ എമൗണ്ട് ഒരുമിച്ച് ആഡ് ചെയ്യാം. ഒരു 10,000 25,000 പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ശരിയാവില്ല. അതിനകത്ത് അറിയാൻ പാടില്ലാത്ത ഒരുപാട് പേരുണ്ട്, അവരെ കൊണ്ട് കാശ് കളയുന്ന പരിപാടിയാവും. ഒരു 10,000 ഇട്ടിട്ട് ആഡ് ചെയ്ത് കയറാം. അപ്പോൾ എല്ലാവരും കയറുകയും ചെയ്യാം. ഇതുപോലെ കുറേശ്ശെ ഇപ്പോൾ ഞാനും ലൈവ് സ്ട്രീമിൽ വരാം. ഇപ്പോഴല്ല, ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കുറച്ച് ആൾക്കാരൊക്കെ ഒന്ന് കൂട്ടിരുന്നിട്ട് നമുക്ക് 2-3 പേര് മാത്രമായിട്ടൊന്ന് കളിച്ചാൽ നാണിക്കേടല്ലേ. അപ്പോൾ ഇതും കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ പ്ലാനാണ്. ഫസ്റ്റ് ട്രേഡ് പ്രോഫിറ്റിലാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഓർഡർ എടുക്കും. സെക്കൻഡും അത്യാവശ്യം പ്രോഫിറ്റ് പിടിച്ചു കഴിഞ്ഞാൽ തേർഡ് എടുക്കും. തേർഡ് എടുത്തു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് ആണെങ്കിൽ പിന്നെ എടുക്കില്ല. ഓക്കെ, തേർഡും അങ്ങനെ എപ്പോഴും എടുത്തോളണമെന്നില്ല, ചില സാഹചര്യങ്ങളിൽ എടുത്തു പോവും. എപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ, നമുക്ക് എപ്പോഴും ഒരു 2 ട്രേഡ് മാത്രം മനസ്സിൽ കാണാവുള്ളൂ. ഫസ്റ്റ് ട്രേഡ് പ്രോഫിറ്റ് എടുക്കുക, വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പ്രോഫിറ്റ് ആയെന്നുണ്ടെങ്കിൽ പിന്നെ തൊടാണ്ടിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 10% ആയില്ലാന്നുണ്ടെങ്കിൽ അടുത്തൊരു ട്രേഡ് വഴി വേണമെങ്കിൽ എടുക്കാവുന്നേ ഉള്ളൂ.
ആ ട്രേഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലോസിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ക്ലോസ് ചെയ്ത് ഇപ്പോൾ പരിപാടി ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. അതല്ല സെക്കൻഡ് ട്രേഡും പ്രോഫിറ്റിലേക്കാണെന്നുണ്ടെങ്കിൽ വേണം എന്നുണ്ടെങ്കിൽ ഒരു ട്രേഡും കൂടി ആവാം. വേണ്ട എന്നുള്ളതാണ് നമ്മുടെ ഒരു പേഴ്സണൽ അഭിപ്രായം. പക്ഷേ ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ ചെയ്യാറുണ്ട്. അംബുജ സിമെൻറ്റ് പ്രോഫിറ്റിലായി വരുന്നുണ്ടെന്നുള്ളതാണ്. ചിലത് ഇങ്ങനെ ഒരുപാട് നേരം നീട്ടി ഇങ്ങോട്ട് വലിപ്പിക്കും. ഞാനും പിന്നെ അന്ന് എഴുന്നേക്കാൻ ലേറ്റായി, അന്നത്തെ കാര്യം. സബ്സ്ക്രൈബ് ചെയ്യണേ എന്തായി അതൊന്ന് ചെയ്തു കേട്ടോ. എന്നാലാണ് നമുക്ക് അടുത്ത വീഡിയോസിൽ ചെയ്ത് കുറച്ച് ആളെ കൂട്ടിയിട്ട് വേണം നമ്മുടെ അനിയന്മാർ പിള്ളേരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഷെയർ ചെയ്യട്ടോ. HDFC ബാങ്കിലൊന്നും കൈ വെക്കണോ? ടാറ്റ മോട്ടോഴ്സ് എവിടെ? അംബുജ ലോയിലാണല്ലോ ഓടിക്കൊണ്ടിരിക്കണേ. അതല്ല നമ്മളിങ്ങനെ ഇതെല്ലാം ഇങ്ങനെ ഫസ്റ്റ് 5 മിനിറ്റ് അല്ലേ ഇങ്ങനെയൊന്നും നമ്മൾ അങ്ങനെയൊന്നും ഇതാവരുത്. എനിവേ ഞാനെന്തായാലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് അടുത്തൊരു വീഡിയോ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹലോ ഗൈസ്. ഇപ്പോൾ ഇത് 12:36 ഇതാണ് ഇപ്പോൾ ഉള്ള അവസ്ഥ അംബുജ സിമെൻറ്റിൻ്റെ. താഴെ ഒരു ബ്ലാക്ക് ലൈൻ വരച്ചാനുണ്ടോ? ഞാൻ വരച്ചാനുണ്ടോ? അതിൻ്റെ ഒരു സപ്പോർട്ട് ലൈൻ നോക്കി വരച്ച് വെച്ചേക്കുന്നതാണ്. യെസ്, ഗുഡ്. നമുക്ക് ഏകദേശം വിഡ്രോ ചെയ്യാനുള്ള പോയിൻ്റ് ആയിട്ടുണ്ട്. കാരണം ഈ സമയമായിട്ടും അധികം ഇതൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മുടെ ആ ബ്ലാക്ക് ലൈനിൽ നിന്ന് താഴേക്ക് കുറച്ചുകൂടി കൊണ്ട് വന്നു കഴിഞ്ഞ് കുറച്ചുകൂടി പോയിൻറ്റ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ കയറി കട്ട് ഓഫ് ചെയ്യാമെന്നുള്ളതാണ് പ്ലാൻ. നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞ 100 days ഓഫ് ചലഞ്ച് ഉണ്ടല്ലോ, അതിൽ നമ്മൾ ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് വെച്ചാൽ അതിനകത്ത് കിട്ടുന്ന പ്രോഫിറ്റ് അത് യൂസ് ചെയ്യാണ്ടിരിക്കുക. കാരണം അത് അതിൽ തന്നെ വയ്ക്കുക. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ 10,000 ഇട്ട് താഴേക്ക് ഉണ്ട്. ഞാനും നോക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കട്ട് ഓഫ് ഇറങ്ങും. സ്കാൽപ്പിംഗ് ആണല്ലോ നമ്മുടെ പരിപാടി. നമുക്ക് അത്യാവശ്യത്തിനുള്ള പ്രോഫിറ്റായി നിൽപ്പുണ്ട്. അതാകുമ്പോൾ ഞാൻ ചാടി ഇറങ്ങും. അതവിടെ കേട്ടെ. ഞാൻ പറഞ്ഞ കാര്യം പറയാം. ഇതിനകത്ത് നമ്മൾ ആ സ്കാൽപ്പിങ്ങിൽ നമ്മൾ ചെയ്യുന്ന പ്രോഫിറ്റ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ക്യാപിറ്റൽ നമ്മുടെ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അത്രയേ ഉള്ളൂ ഉദ്ദേശം. 82 ഉള്ളൂ, ആയിട്ടില്ല. അപ്പോൾ ക്യാപിറ്റൽ കൂട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 10,000 ഇട്ട് കളിച്ച് ഇപ്പോൾ 11,000 എന്തോ സംതിങ് ആയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ 2 ദിവസം കൊണ്ട് 2 ദിവസം കളിച്ചാൽ 5% അല്ല, ഒരു 3% ഒരു 7% കിട്ടിയപ്പോൾ അങ്ങനെ 10% ആയിട്ട് ആ 1,000 rupees കൂടി നടക്കണ്ടേ. അപ്പോൾ മനസ്സിലായോ? നമ്മൾ മുമ്പ് എനിക്കൊരു സ്വഭാവമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻ്റെ ഡെയിലി ചിലവൊക്കെ ഞാൻ ഇതിനകത്ത് പിടിക്കുമായിരുന്നു. വല്ല ഫോൺ റീചാർജ് ചെയ്യാനോ അല്ലെങ്കിൽ വല്ല ഫുഡ് ഓർഡർ ചെയ്യാനോ മറ്റേ സ്വിഗ്ഗി കൊടുക്കാനോ അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഡെയിലി ഇതിൽ നിന്ന് കുറേശ്ശെ കാശെടുത്ത് മാറ്റുമായിരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വള്ളിക്കെട്ട് വരുമ്പോൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന പരിപാടി ഇതിനകത്ത് അടിച്ച് പ്രോഫിറ്റ് അടിച്ച് കളയാന്നുള്ളതാണ്. പ്രോഫിറ്റ് മാത്രം കേട്ടോ, ലോസ് ആക്കില്ല. 10,000 താഴ്ത്ത് വയ്ക്കില്ല, പ്രോഫിറ്റ് അടിച്ച് കളയും. ചില സമയത്ത് ഈ പറഞ്ഞ പോലെ പ്രോഫിറ്റും ഒന്നും നോക്കാതെ ഫുൾ എമൗണ്ടിന് ആവശ്യമുണ്ടെങ്കിൽ മൊത്തം ഒരുമിച്ച് എടുത്ത് വിഡ്രോ ചെയ്ത് പരിപാടി എടുക്കും. പിന്നെ ഇനി അടുത്ത സാലറി വരണം ഇത് ശരിയാവാൻ. ഇത്തവണ അങ്ങനെയൊന്നും അല്ല എന്ന് പ്രതീക്ഷിക്കണം. എന്നിരുന്നാലും ഇടയ്ക്ക് ചെറിയ ഇന്നലെ ഇതുപോലെ സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ ഞാൻ ഇന്നലെ പ്രോഫിറ്റ് കിട്ടിയപ്പോൾ എമൗണ്ട് ഇറക്കിയായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, നമ്മളൊരു 100 days ഓഫ് ചലഞ്ചായിട്ട് നിൽക്കാറുള്ളൂ, അങ്ങനെ നിൽക്കട്ടെ. നമുക്ക് എത്ര ദിവസം കഴിഞ്ഞ് നമുക്ക് എത്ര രൂപയാവുന്നുണ്ട് കൂടുന്നുണ്ട് നമുക്ക് നോക്കാം എന്ന് ഓർത്തിട്ടാണ് പിന്നെ ചെയ്യാതിരുന്നത്. ഓക്കെ,
ചെയ്തതാ, എന്നിട്ട് തിരിച്ച് അതിനെ തന്നെ കയറ്റി ഞാൻ വിഡ്രോ ചെയ്ത് എന്നിട്ട് തിരിച്ച് കയറ്റും. വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ തിരിച്ച് കയറ്റിയെന്ന് പറഞ്ഞാൽ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇത്ര സമയം എടുക്കും തിരിച്ച് കയറാൻ. അപ്പോൾ അതിനുള്ള നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ക്യാൻസൽ ചെയ്ത് മാറിയതാണ്. പക്ഷേ പറയാൻ പറ്റില്ല, ഈ ചിലവ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമ്മളുടെ കയ്യിൽ നിന്ന് വന്നില്ല തന്നെ അപ്പോൾ വിഡ്രോ ചെയ്യും. പിന്നെ അതോടുകൂടി നിൽക്കും ട്രേഡിങ്ങൊക്കെ. പിന്നെ ഇനി സാലറി വരണം. ഇപ്പോൾ 2 മാസം നാട്ടിലുണ്ട്. ഇനി എപ്പോഴാണ് അങ്ങോട്ടേക്ക് വിളി വരുന്നത് അങ്ങോട്ട് പോകണമെന്ന് പറയാനില്ല. പക്ഷെ അവിടെ ചെന്നാലും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാവരും രാവിലെ ഒരു കുറച്ച് നേരത്തേക്ക് മാത്രം, ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 1 അവർ മാത്രം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു ലൈവ് സ്ട്രീമിൽ ഇരുന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങുക എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വന്നാലോ. എമൗണ്ട് 10,000 തന്നെ പോരെ. കൂട്ടണ്ടല്ലോ. കൂട്ടി കഴിഞ്ഞാൽ പിള്ളേരൊക്കെ ചെറിയ ഒരുപാട് പിള്ളേരൊക്കെ ഉണ്ടാവും. അവരൊക്കെ പൈസ കൊണ്ട് നശിപ്പിച്ചല്ലേ. ഇത് ഒരു വട്ടം കൊണ്ടേ കളഞ്ഞാൽ പിന്നെ കളയില്ലല്ലോ. ഞാനതാണ് ഇത് പ്രൊമോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ്. കാരണം എപ്പോഴാണ് പിള്ളേർക്ക് ഓരോ ബുദ്ധി വന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം 10,000 ഇട്ട് കളിച്ചപ്പോഴാണ് 7% 789 എന്താണ് കഴിഞ്ഞ തവണത്തെ പ്രോഫിറ്റ്. അതിപ്പോൾ 1 lakh ഇട്ടാണ് കളിച്ചിരുന്നുണ്ടെങ്കിൽ 7,800 സംതിങ് ആയാണ്. 10 lakh ഇട്ടാണ് കളിച്ചിരുന്നെങ്കിൽ 78,000 ആയി. എന്ന് വെച്ചിട്ട് 10 lakh കളിക്കുമ്പോൾ നമ്മൾ ഇമോഷൻസ് മാറും. അപ്പോൾ അത് അത്ര ക്ലിയർ ആയിക്കൊള്ളുന്നില്ല. അതാണ് മെയിൻ ഇഷ്യൂ. നമ്മളുടെ ചെക്കൻ താഴ്ക്കരയ്ക്ക് തുടങ്ങിയിട്ടുണ്ട്. അധികം വെച്ചുകൊണ്ടിരിക്കുന്നതിന് വലിയ അർത്ഥമില്ല. ഞാൻ പെട്ടെന്ന് കട്ടായി മാറും. എന്നാലും ഒന്ന് ലെവലെത്തിക്കഴിഞ്ഞാലൊരു സ്കാൽപ്പിങ്ങിനുള്ള ചെറിയൊരു പെർസെൻ്റ് എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ചാടി ഇറങ്ങിയിട്ട് വേറെ ട്രേഡ് എടുക്കും. മൂവ്മെൻറ്റ്സ് കുറവാണെന്നുണ്ടെങ്കിൽ അധികം നേരം അതിനകത്ത് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് കാര്യമില്ല. ഓക്കെ, അടുത്തൊരു കാര്യത്തിലേക്ക് വരാം. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ അങ്ങനെ ഞാൻ ഇതിനു മുമ്പും ഈ 100 days of challenge ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാറുള്ളതാണ്. ഒറ്റയ്ക്ക് ചെയ്യാറെന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രോഫിറ്റ് എടുക്കില്ല. ആ പ്രോഫിറ്റ് ആയി തന്നെ എടുക്കും. അപ്പോൾ നമ്മൾ ഇത് കളിച്ച് ഡെയിലി ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു 4% തൊട്ട് 5% അല്ല 4% തൊട്ട് 10% നമ്മളിങ്ങനെ മനസ്സിൽ കണക്കൂട്ടിലൊക്കെ ആയിട്ട് നിൽക്കുന്ന കാരണം കൊണ്ട് ഈ മാക്സിമം പെർസെൻറ്റേജ് കൂട്ടി പെട്ടെന്ന് എക്സിറ്റ് ആവാമെന്നുള്ള മൈൻഡിലായിരിക്കും നമ്മളിപ്പോൾ നിൽക്കാം. എൻഡ് ഓഫ് ദി ഡേ നമുക്കത് ഒരു 3 മാസത്തെ ചലഞ്ചാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക സമയങ്ങളിലും നമുക്ക് 1 മാസം കൊണ്ട് തന്നെ ഇറക്കിയ എമൗണ്ടിൻ്റെ 100% അടുപ്പിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 1 മന്തിൽ തന്നെ ഞാൻ ഇതാകെ 4-5 വട്ടം ചെയ്യാൻ നോക്കിയിട്ടുള്ളൂ. പക്ഷേ 100 days വരെ എത്തിയിട്ടില്ല. അതിന് മുമ്പ് ഒന്നെങ്കിലും ഒരു ഹ്യൂജ് എമൗണ്ട് വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും പരിപാടി നമ്മുടെ കയ്യിൽ വരും. വെരി ഗുഡ്. ഇപ്പം അത്യാവശ്യം നമ്മൾ ഉദ്ദേശിച്ച പോലെ ഉള്ളൊരു മാർക്കായി. കാരണം അവരുടെ വലിയ മൂവ്മെൻറ്റ് കാണുന്നില്ല. ഒരുപാട് നേരമായിട്ട് അത്ര തന്നെ ഉള്ളൂ. ഇപ്പോഴാണ് ഇച്ചിരി മൂവ്മെൻറ്റ് വന്നു തുടങ്ങി. വേറെ ഒരെണ്ണം എടുക്കാം, നല്ലത്. അവനക്കൊരു അനക്കമില്ല. വേറെ ഏതെടുക്കേണ്ടതെന്നറിയാം. നീ പറയാൻ പറ്റില്ല. ഇനി എപ്പോഴും തിരിച്ച് റിട്ടേൺ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അതാണ് ഞാൻ ചാടി ഇറങ്ങി. ചിലപ്പോൾ പിന്നെ ഒരുപാട് നേരം കൊണ്ട് താഴോട്ട് പോകുമായിരിക്കും. അത് ശരിയാണ്. ഒരുപാട് വരകളുണ്ടോ ബ്ലാക്ക് ലൈനൊക്കെ. അതൊക്കെ ഞാൻ വരച്ചതാണ് കേട്ടോ. ഒന്നിനല്ല, ഓരോ സപ്പോർട്ട് ലൈനും വരച്ച് വെച്ചേക്കുന്നതാണ്. അതിലൊന്നും വലിയ കാര്യമുണ്ടെന്നുള്ളതല്ല, എന്നാലും ചില സമയത്ത് ഓരോ റെഫറൻസിന് ഉപകാരപ്പെടും. നോട്ടെ, ഞാൻ അടുത്ത ഓരം എടുക്കാറോട്ടെ കേട്ടോ. വെയിറ്റ്, പോരാ. ഹലോ, അടുത്ത ഓരം എടുക്കാം. അടുത്തെടുക്കാനുള്ള പ്ലാൻ ഓരം കണ്ടുവച്ചിട്ടുണ്ട്. കണ്ടുവച്ചതെന്ന് ടാറ്റ മോട്ടോഴ്സാണ്. പിന്നെ ടാറ്റ മോട്ടോഴ്സാണ്.
ഇവന് നമുക്ക് സെല്ല് തന്നെയാണ് രാശിന്ന് തോന്നുന്നു. സെല്ല് തന്നെ എടുക്കാം. അപ്പോൾ ഇതാണെങ്കിലും സെല്ലെടുക്കാം. ഓക്കെ, ഇനി ഇതും ഞാൻ പഴയ പോലെ തന്നെ പറഞ്ഞു. ഇതിപ്പോൾ രണ്ടാമത്തേതാണല്ലോ. ഇതിപ്പോൾ ഇതാണെങ്കിലും അത്യാവശ്യം നല്ല പ്രോഫിറ്റാണ് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂന്നാമത് റൗണ്ട് എടുക്കും. അതല്ല മൂന്നാമതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വലിയ പ്രോഫിറ്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ മൂന്നാമതെടുത്ത് നശിപ്പിക്കില്ല, അതോടെ വിടും. നോക്കാം എന്താണ് പരിപാടി നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നമ്മുടെ ഇതിൻ്റെ കാര്യമാണ്, നമ്മുടെ 100 Days ചലഞ്ച്. ഞാനത് പലവട്ടം ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അതിൽ എനിക്ക് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സത്യം പറയില്ല, അതിപ്പോൾ കാരണം കളിച്ച് പഠിച്ച് വന്നതിന് ശേഷം കേട്ടോ. പിന്നെ കളിച്ച് തുടങ്ങുന്ന സമയത്തൊക്കെ ഒരുപാട് പൈസ പോയിട്ടുണ്ട്. ഞാൻ ഇതൊരിക്കലും ഒരാളെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല കേട്ടോ. ഇതങ്ങനെ എനിക്ക് അങ്ങനെ ഒരാളെ ഈ ഒരു കാര്യം വേണ്ടി പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇത് പറഞ്ഞ ഒരുത്തനെയും ഞാൻ വിളിച്ചുകൊണ്ട് വരില്ല. ഞാൻ പിന്നെ ഈ ട്രേഡിങ്ങായിട്ട് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ നമ്മളുടെ കൂടിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ്. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വീണ്ടും താഴോട്ട് വരെ കണ്ടോ. ഇതുപോലെ വരുമെന്ന പ്രതീക്ഷ ഞാൻ അത്ര നേരം വെയിറ്റ് ചെയ്ത്. അപ്പോൾ വന്നില്ല. ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ താഴേക്ക് പോകണമുണ്ടോ. അത് സാരമില്ല. ഇപ്പോൾ അതിനകത്ത് നമുക്ക് സങ്കടമൊന്നുമില്ല. നമ്മൾ ക്ലോസ് ചെയ്തേക്കുന്നത് പ്രോഫിറ്റിലാണ്. അതാണ് നമ്മുടെ സന്തോഷം. അതായത് എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റിൽ എന്നുള്ളതല്ല, ക്ലോസ് ചെയ്ത് പ്രോഫിറ്റിലാണ്. അതിലാണ് നമ്മളുടെ സന്തോഷം. അതാണ് ഈ ഗെയിമിൻ്റെ എൻ്റർടൈൻമെൻറ്റും അതാണ്. അല്ലാതെ എത്ര പെർസെൻറ്റേജിൽ പ്രോഫിറ്റ് കയറി എന്നുള്ളതല്ല. ടാറ്റ മോട്ടോഴ്സ് സെല്ലടിക്കാൻ ഒരുപാട് കാരണമുണ്ട് കേട്ടോ. ടാറ്റ മോട്ടോഴ്സ് സെല്ല് ചെയ്യാനും ഒരുപാട് കാരണമുണ്ട് കേട്ടോ. ഞാനത് ഓടിച്ചാടി നിങ്ങളുടെ മുന്നോട്ട് ഓടിച്ചാടി എടുത്തേ ഉള്ളൂ. ഞാൻ നേരത്തെ ഒരുപാട് റെഫർ ചെയ്തതിന് ശേഷമാണ് സെല്ലടിക്കാൻ വേണ്ടി. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് അത് ആദ്യം ഇന്ന് കയറാവുന്നതിൻ്റെ മാക്സിമം അത് ഓൾറെഡി ഇന്ന് കയറിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത് അത് പിന്നെ മേലോട്ട് കയറാതെ ഇങ്ങനെ കിടന്ന് പതിയെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അപ്പോൾ അവൻ താഴേന്ന് കയറിയതാണ്. ഈ കാണാൻ പൊക്കല്ല, അവൻ താഴേന്ന് കുതിച്ച് ഒറ്റ വട്ടം വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കയറി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോസിലാണ് ഓടണം അല്ലേ? ആ സാറല്ല, കുറച്ചും ശരിയാവും. അപ്പോൾ അവനങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ താഴെ മേളിലായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രഡിക്ഷൻ അങ്ങനെയൊന്നും തെറ്റാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളിച്ച് ഒരുപാട് പൈസ കളിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. ഞാൻ ഈ ചലഞ്ച് ചെയ്തിട്ട് എനിക്ക് ഏകദേശം 3 മടങ്ങ് 4 മടങ്ങ് വരെ എനിക്ക് എക്സ്ട്രാ കാശ് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതിന് കൂടുതലൊക്കെ വരാതിരുന്നതിന് കാരണം വെച്ചാൽ പെട്ടെന്ന് വിഡ്രോ ചെയ്യും, ആവശ്യങ്ങൾ കൂടും. ഫണ്ട് ഒരുപാടാകുമ്പോൾ പെട്ടെന്ന് പ്രോഫിറ്റ് കൂടും. കാരണം ഇപ്പോൾ 10,000-ൽ 5%, 6%, 7% അല്ലെങ്കിൽ 10% എടുക്കണ പ്രോഫിറ്റ് ആവില്ല 15,000-ൽ അതിൻ്റെ 10% എടുക്കണേ. അതേ സെയിം പ്രോഫിറ്റ് അല്ല 20% ആവും. 20,000 ആവും. അതാകുമ്പോൾ ഡബിളായി എന്ന് പറഞ്ഞ പോലെ. ഈ എമൗണ്ട് കൂടുന്തോറും പിന്നെ നമ്മളുടെ ക്യാപിറ്റൽ കൂടുന്തോറും പിന്നെ നമ്മൾ കളിക്കുന്ന ചെറിയൊരു പെർസെൻറ്റേജ് പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ വലിയ എമൗണ്ടായിട്ട് വരും. പറഞ്ഞ സാധനമുണ്ടോ? എൻ്റെ ഒരു 3 ഇരട്ടി 4 ഇരട്ടിയൊക്കെ ആകുമ്പോഴേക്കും എന്തെങ്കിലും ആവശ്യങ്ങൾ വന്ന് ചാടും. എല്ലാം കൊണ്ടുപോയി വിഡ്രോ കൊടുക്കും. അതാണ് പതിവ്. ഇത് ഇത്തവണ നിങ്ങളെല്ലാവരും ഉണ്ടെങ്കിൽ മാത്രം ഞാൻ അറ്റൻഡ് ചെയ്യാം. അതിന് നിങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം. അപ്പോൾ അതെല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാവട്ടെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സേവിങ്സിൽ നിന്ന് ഒരു 10,000 മാറ്റി വയ്ക്കട്ടെ. എന്നിട്ട് നമുക്ക് ഒരുമിച്ചും ചെയ്യാം. ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ഒരു ഓണാക്കി വെയിറ്റ്. മോനെ അവൻ എത്ര നേരം അവിടെ നിന്ന് കളിപ്പിച്ചെന്നറിയോ? ഈ ലാസ്റ്റ് സമയം നോക്കിയിട്ട് ലാസ്റ്റ് കൊണ്ട് എത്തിയിട്ടില്ല. എന്നാലും 2:20 ആറായില്ലേ. ഇതിനകത്ത് ഈ സമയം വരെ അവൻ ഞാനും വിട്ടുകൊടുത്തില്ല. അവനാ മേലോട്ട് പോകുമ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് വെച്ചവരൊക്കെ സ്റ്റോപ്പ് ലോസ് അടിച്ചു വേണ്ടാവും. ഞാൻ അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് നോക്കിയത് താഴേക്ക് വരുമെന്നുള്ള ഒരു
100-ലൊരു 80% എനിക്ക് വിശ്വാസമുള്ള സ്ഥലത്ത് മാത്രമേ ഞാൻ പോയി നിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത് താഴേക്ക് വരും, സെല്ലടിക്കാൻ സെല്ലാണ് നല്ലതെന്നും എനിക്കൊരു വിശ്വാസമുള്ളതുകൊണ്ട് മാത്രം പോയി നിന്നതാണ്. 89 ഉണ്ട്, പക്ഷെ അത് പോരാ. 2 ട്രേഡുടെ ആയിട്ട് ആകെ ഒരു 2.5% ആയിട്ടുള്ളൂ. വെയിറ്റ് ചെയ്യാം. 4 to 10%, 4 തൊട്ട് 10% വരെ ഡെയിലി എടുക്കണം. അല്ലെങ്കിൽ പിന്നെ അതിനകത്ത് പക്ഷേ ഡെയിലി എടുക്കണം എന്ന് പറഞ്ഞാൽ വേറെ രസമുണ്ട്. ഞാൻ എല്ലാ ദിവസവും കയറി കളിക്കാറൊന്നുമില്ല, എല്ലാ ദിവസവും ഇതിനായിട്ട് തന്നെ കയറി നിൽക്കാറൊന്നുമില്ല. ചിലപ്പോൾ എല്ലാ ദിവസവും കയറി നോക്കിയെന്നിരിക്കും, ഏതെങ്കിലും ട്രേഡ് ഇങ്ങനെ മനസ്സിൽ മണി അടിക്കുന്നുണ്ടോ എന്ന രീതിയിൽ നോക്കിയെന്നിരിക്കും. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കളിക്കും. ചിലപ്പോൾ ഫ്രീ ആയിരിക്കില്ല. ഞാനിപ്പോൾ നാട്ടിലേക്ക് എത്തിയിട്ട് കുറച്ച് ദിവസമല്ല, അതുകൊണ്ട് നാട്ടിലെത്തിയതിൻ്റെ കുറച്ച് തിരക്കുകളുണ്ട്. അതാണ് ഇപ്പോൾ പഴയ പോലെ വീഡിയോ ചെയ്യാത്തത്. പക്ഷേ നമ്മളുടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിർത്തി, അതാണ് ആകെ ഒരു സങ്കടം. നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നല്ലേ, പെട്ടെന്ന് എന്ത് പറ്റി? 10.77 എടുത്തതാണ്. ഓക്കെ, പ്രൈസ് അലേർട്ട് ടാറ്റ മോട്ടോഴ്സ് ലെസ് ദാൻ. ടാറ്റ മോട്ടോഴ്സിന് ഞാനൊരു അലേർട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ അലേർട്ട് മെസ്സേജ് വന്നതാണ്. ഞാൻ താഴേക്ക് ഇറങ്ങി. അപ്പോൾ വിഡ്രോ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഞാനൊരു അലേർട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അപ്സ്റ്റോക്സിൽ ഇറങ്ങി അലേർട്ട് വയ്ക്കാൻ അറിയില്ല എന്ന് എന്നോട് പറയട്ടോ, ഞാൻ അതിനൊരു വീഡിയോ ചെയ്യാം. ഞാൻ അലേർട്ട് വെച്ചാൽ ഇപ്പോൾ ഏകദേശം ഒരു 3.5% ആയില്ലേ, 3.5-4% എടുത്തപ്പിച്ച് അടുത്ത 3% ആളെ പറയാം മതി. കട്ടാ പറയുമ്പോൾ വീടിന് 200 താഴെ പോയോ? മനസ്സ് വരുന്നില്ല. ഇതെന്തൊക്കെ ചാർജ് അത്? ബ്രോക്കറേജ് 20 വെച്ചിട്ട് എസ്റ്റിമേറ്റ് ചാർജ് 27 രൂപ, മറ്റേത് 7.42. എന്തിൻ്റെയൊക്കെയോ ചാർജുകൾ കട്ട് ചെയ്യുന്നുണ്ട്, ദൈവത്തിനല്ല. 200 നിന്ന് ഇറങ്ങിയില്ല, 200 ഒന്നുകൂടെയാണ് കയറട്ടെ കേട്ടോ. ഇപ്പം കയറുവാൻ അല്ല, കയറുമല്ല, ഇപ്പം അവൻ ഇറങ്ങും. ഇപ്പം ഇറങ്ങുവാൻ. ബാ 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 ബാ. ഇറങ്ങുന്നില്ലല്ലോ. അപ്പം ഇറങ്ങിയാൽ മതിയായിരുന്നു. ഇറങ്ങട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്കങ്ങനെ സ്വഭാവം ഉണ്ടായിരുന്നു. ഈ പ്രോഫിറ്റ് കൂടി കഴിയുമ്പോൾ എന്തെങ്കിലും ക്യാഷിന് ആവശ്യം എന്തെങ്കിലും ഒന്ന് ചാടും. അല്ലാണ്ട് തന്നെ 100 കൂട്ടം ആഗ്രഹങ്ങളും മനസ്സിലിട്ടുണ്ടാവുള്ള നടക്കണേ. കാശപ്പോൾ കൂടി കഴിഞ്ഞാലും ചെയ്യാൻ ഒരുപാട് പരിപാടികളുണ്ടാവും. ഇതുപോലെ ക്യാഷ് കൂടി കഴിഞ്ഞാൽ ഈ പരിപാടി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യും. അതാണ് എൻ്റെ ഏറ്റവും വലിയ പരിപാടി. അപ്പോൾ കഴിഞ്ഞ ദിവസം സ്വിഗ്ഗിയിൽ കൊടുക്കാണ്ട് ക്യാഷ് വിഡ്രോ ആയിട്ട് വീണ്ടും തിരിച്ച് കയറ്റിയത്. തിരിച്ച് കയറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ ചാടിയില്ലായിരുന്നു, ഞാനത് ക്യാൻസൽ ചെയ്തു. മറ്റേ വിഡ്രോയിൽ ചെയ്ത് ക്യാൻസൽ ചെയ്തു. ഇതെന്തായാലും ഇത്രയായ സ്ഥിതിക്ക് ഇവൻ്റെ ഒരു 200 മേളിലാക്കിയിട്ട് കട്ട് ചെയ്യാം. നേരത്തെ ഒരു 1.5%, ഇപ്പോൾ 2%, എപ്പോഴും 3.5% ഉള്ളൂ. അങ്ങോട്ട് ഇത് കട്ട് ചെയ്ത് വേണമെങ്കിൽ പറഞ്ഞോട്ട് എടുക്കാം. അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ ബാക്ക് ടു ബാക്ക് അടിക്കാം. ബാക്ക് ടു ബാക്ക് അടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും കട്ട് ചെയ്തിട്ട് പിന്നെയും പിന്നെ എങ്ങോട്ടാണോ പോണേ അതിൻ്റെ പുറകെ പോവാം. ഒന്നെങ്കിൽ മേളിലേക്കാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ മേളിലേക്ക് പോകും. താഴെ അവൻ ലെസ് സെല്ലടിച്ച് താഴേക്ക് പോകണമെങ്കിൽ നമ്മൾ താഴേക്ക് വരും. ഓക്കെ, ആദ്യം ഇവനൊന്ന് ക്ലോസ് ചെയ്ത് ഇറങ്ങാനുള്ള പരിപാടി വെക്കാം. അപ്പം ഇറങ്ങിയാൽ മതിയായിരുന്നു. ഇപ്പോൾ അവൻ ആ നേരത്തെ നിന്നാ പോയിൻ്റിൽ നിന്ന് ഒറ്റക്കാലിൽ നിൽക്കാൻ ശബ്ദം ചെയ്ത പോലെ തെണ്ടി അവനവിടുന്ന് ഇറങ്ങുന്നില്ല. ഇറങ്ങുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ ഇറങ്ങണതല്ല എൻ്റെ പ്രശ്നം.
ഇങ്ങനെ പതിയെ ഇങ്ങനെ ഇറങ്ങുന്ന സാധനം ചില സമയത്ത് ഒറ്റയടിക്ക് തിരിച്ച് മേളിലോട്ട് കയറും. എന്താണ് ആ വിചാരിച്ചാലും കൂടുതൽ പ്രോഫിറ്റ് ആയല്ല. ഇറങ്ങാം അല്ലേ? ഇറങ്ങണോ? ഇറങ്ങാം ഇറങ്ങാം. 270 ഈ സമയത്ത് ഇറങ്ങാം. ഓ 3.99. അപ്പോൾ ഏകദേശം 4% പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഓരോ എടുക്കണോ? ഓരോ എടുക്കാം വേണോ? എടുക്കാം. ടാറ്റ മോട്ടോഴ്സിൻ്റെ ബാക്ക് ടു ബാക്ക് അടിച്ചാലോ? ബാക്ക് ടു ബാക്ക് അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ എപ്പോൾ കയറി കഴിഞ്ഞാൽ അത് വള്ളിയായി മാറൂലേ. അംബുജ നോക്കിയാലോ? അംബുജയുടെ ഇപ്പം അത്ര ശരിയല്ല. HDFC പിന്നെ നമ്പി ഒന്നും കയറാൻ പറ്റില്ല. ഇതും ഏത് കോലത്തിലായിട്ടാണ് നിൽക്കണമെന്നുള്ള ദൈവത്തിനറിയാം. ശരിടാ, ലാസ്റ്റ് അരമണിക്കൂർ കൂടി ഉള്ളല്ലോ. ഓർമ്മ കൂടി എടുത്താൽ കൊള്ളാമെന്നുണ്ട് താനും. ടാറ്റ മോട്ടോഴ്സിനെ നോക്കിയാലോ? അല്ലെങ്കിൽ HDFC ട്രൈ ചെയ്യാവുന്നതാണ്. ബാങ്കിന് വിശ്വസിക്കാം എന്ന് തോന്നുന്നു. 33 കേട്ടുള്ളൂ അല്ലേ? വേണമെന്ന് സംതിങ്ങിന് 33 കേട്ടുള്ളൂ. ഓക്കെ ആയിക്കോട്ടെ. സെല്ലാട്ടോ എടുത്തേക്കണേ. മൂന്നാമത്തെ എടുക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അല്ലേ? വള്ളിയാവോ? ചോര കൊണ്ടുള്ള തുടക്കം അടിപൊളിയായിരിക്കും. തുടക്കം ചോര കൊണ്ടാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇങ്ങനെ മൂന്നാമത്തേക്ക് എടുക്കാൻ വേണ്ടല്ലോ. ഞാൻ ആ സ്റ്റോപ്പ് ലോസും മറ്റേ ആദ്യമൊക്കെ വച്ച് കൊടുക്കണ പോലെ വച്ച് നീണ്ടു നിവർന്ന് പൂണ്ട് വിളയാടി വരട്ടെ എന്ന് ഓർത്താൻ വെയിറ്റ് ചെയ്യാറില്ല. കാരണം മൂന്നാമത്തെ എടുക്കുമ്പോൾ എക്സ്പെഷ്യലി കാരണം എന്താ വെച്ചാൽ മൂന്നാമത്തെ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ സമയം ക്ലോസ് ചെയ്യാറായുണ്ടാവും. സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ 2:30 മേലും കണ്ടോ 2:27. അപ്പോൾ സമയം ക്ലോസ് ചെയ്യാറായിട്ടാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കയറി ഈ പറഞ്ഞ പോലെ സ്റ്റോപ്പ് ലോസിന് വേണ്ടിയിട്ട് അടിച്ച് അതിനകത്ത് ഇങ്ങനെ കുടവ് കുത്തിയിരുന്ന് അവിടെ കാത്ത് കെട്ടിയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പണി പൊടിച്ച കേസാണ്. ഇത് കണ്ടോ, അവൻ താഴോട്ട് വരുമെന്ന് ഓർത്തിട്ട് സെല്ലടിച്ചപ്പോൾ താഴോട്ട് പോവുക മേലിട്ട് പോവുക, താഴോട്ട് പോവുക മേലിട്ട് പോവുക, അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിനി സമയമില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അധികം ഇതിനകത്ത് കയറിയിട്ട് മൽപ്പിടുത്തത്തിന് പിടിക്കാൻ സമയമില്ല. മാക്സിമം ഈ സമയമൊക്കെ കഴിഞ്ഞാൽ ട്രേഡ് എടുക്കാണ്ടിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഇത് ടാക്സും കാര്യങ്ങളൊക്കെ കിട്ടാവുന്ന ഒരു പ്രോഫിറ്റ് എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ചാർജും ബ്രോക്കർ ഫീയും ടാക്സൊക്കെ എത്തിക്കാവുന്ന ഒരു പ്രോഫിറ്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് ഉടനടി ക്യാൻസൽ ചെയ്യും. പെട്ടെന്ന് തന്നെ ക്യാൻസൽ ചെയ്യുന്ന വരും. കാരണം അവനെ വിശ്വസിച്ച് അധികം നേരം നിൽക്കാൻ പറ്റില്ല. കാരണം അവൻ താഴേക്ക് വരാൻ മേളില്ല. വെച്ചാൽ താഴേക്ക് വരും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ താഴേക്ക് പോവാം മേളിലേക്ക് പോവാം, താഴേക്ക് പോവാം മേളിലേക്ക് പോവാം. ഒരു സപ്പോർട്ട് ലൈൻ വരച്ചിടാം. സപ്പോർട്ട് ലൈനും റെസിസ്റ്റൻ്റ് ലൈനും വരച്ചിട്ട് കഴിഞ്ഞാൽ ഒരു സമാനമുണ്ട്. ഇത്തിരി ഭംഗിപ്പോയോ? ഇല്ല. വരഞ്ഞില്ലല്ലോ. ഓക്കെ. ഇത് വരയ്ക്കണമെങ്കിൽ എന്തൊക്കെയാണ് അത് പറയുന്നുണ്ടല്ലോ, മറന്നുപോയിട്ടില്ലാരും. ഇത് അംബുജയിലെ ലൈനൊക്കെ അത് കട്ട് ചെയ്ത് കളയാനുണ്ടോ? കാരണം ഞാനിത് വച്ചുകൊണ്ടിരിക്കാറില്ല. എനിക്ക് ആവശ്യമുള്ള ഇൻഡിക്കേറ്റർ മാത്രം ഞാൻ എടുക്കേണ്ട. ആ ഇൻഡിക്കേറ്റർ അങ്ങനെ വലിയ ആവശ്യത്തിന് യൂസ് ചെയ്യാറില്ല. താഴേക്ക് ഇറങ്ങിയിട്ട് HDFC താഴേക്ക് ഇറങ്ങുന്ന പ്രതീക്ഷിച്ചിട്ട് അവിടെ തന്നെ ഒന്ന് കളിച്ചുകൊണ്ടിരിക്കുക. നോക്കാം. വലിയ ലോസൊന്നുമില്ല, തോന്നിയിട്ടില്ലേ ഉള്ളൂ. എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. നിങ്ങൾക്ക് ബോറടി മാറും. വെയിറ്റ് ചെയ്യും.
ഹലോ. അപ്പോൾ ഇപ്പോഴത്തെ സമയത്തിൽ നോക്കിയേ, ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സമയത്ത് വന്നത്. അപ്പോൾ അത് നമ്മളുടെ HDFC ഇറങ്ങി ഏകദേശം ഇവിടം വരെ ഇറങ്ങി നിൽപ്പുണ്ട്. ഇനി അധികം ഒന്നും ഇറങ്ങാനില്ല എന്നുള്ളതാണ് കാണിക്കണമെന്ന് എനിക്ക് തോന്നണം കേട്ടോ. എന്തായാലും കുറച്ചായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ വരച്ച ബ്ലാക്ക് ലൈനിൽ നിന്ന് താഴോട്ട് വീണ്ടും ഇറങ്ങിയാലുണ്ട്. ഇനി അതിൽ എത്ര ഇറങ്ങി വരുമെന്ന് നോക്കട്ടെ. എന്തായാലും കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം കേട്ടോ. 33 70 ഒരു 1.5-2% നമുക്ക് എക്സിറ്റ് ചെയ്യാം അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് ഒന്നും വേണ്ട, കുറച്ച് പ്രോഫിറ്റ് മതി. ഒരു 4% മേളിൽ ഡെയിലി പ്രോഫിറ്റ് ആണെങ്കിൽ ഹാപ്പി. ഹാപ്പി എന്ന് പറഞ്ഞാൽ ചില സമയത്ത് അതിൻ്റെ പുറകെ ഞാൻ അങ്ങോട്ട് പോവും. ഇറങ്ങണ പോലെ ഇറങ്ങണ കൊട്ട ഇറങ്ങുക. കുറച്ചിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ എക്സിറ്റ് അടിച്ച് മാറിയേനെ. ഇറങ്ങിത്തരാമോ? 1% ആയിടും. നോക്കാം. ഈ ഇവന്മാരധികം വിശ്വസിക്കാൻ പറ്റില്ല. എന്നാലും ലാസ്റ്റ് സമയമല്ലേ, വേണ്ട എക്സിറ്റ് അടിച്ച് കയറാം, അത് നല്ലത്. 100 താഴേക്ക് വന്നല്ല, 1% താഴേക്ക് വന്നോ? ഇവന്മാരെന്താ ചെയ്യേണ്ടതെന്ന് നോക്കി. ഞാനിപ്പോൾ കൺഫേം ചെയ്യല്ല, ഒന്നുകൂടി 100 ടച്ച് ആവട്ടെ. ടച്ചായല്ല. എന്താണ് ഇറങ്ങാൻ ബുദ്ധിമുട്ട്? എന്താണ്? തൊണ്ണൂറ്റൊമ്പത് 105 3 മണിയും കഴിഞ്ഞ്. ഇത് എപ്പോഴാണ് ഇനി അവർ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ പണി പാളിക്കും. എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാൻ നല്ലത്. ഇനി അധികം ഒരുപാട് ആഗ്രഹങ്ങൾ വേണ്ട, ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ മതി. മനസ്സനുവദിക്കുന്നില്ല. ഇറങ്ങാം. ക്ലോസ് ചെയ്യാനായതുകൊണ്ട് അധികം വച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഓക്കെ, കൺഫേം. എന്താ കൺഫേം ആയില്ലേ? എന്താ കൺഫേം ആവാതെ മുടി കൊടുത്തോട്ടെ. സ്ക്വയർ ഓഫ് 130 ആയല്ലോ. പോയോ? സ്ക്വയർ ഓഫ് എവിടെ? എന്താ നിനക്ക്? ഞാൻ അറിഞ്ഞുകൊണ്ട് കാണിക്കണ കേട്ടോ, അറിയാണ്ട് കട്ടുപോകാത്ത. പോടാ. കൂടാണെങ്കിൽ കൂടിക്കോട്ടെ എന്ന് ഓർത്തിട്ട് വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. അല്ലാതെ വെറുതെ മനഃപൂർവ്വം വട്ടം ചങ്ങാത്തൊന്നുമല്ല. ടോട്ടൽ എന്താ അവസ്ഥ? ഏകദേശം 5-5% ആയി. മതി, ഇന്നിനി വേറെ എടുക്കണില്ല. മതിയായി, തൃപ്തിയായി. ഇന്നത്തെ കളി കഴിച്ചു. ഇനി ഡിയർ കസ്റ്റമർ ഫോളോയിങ്, അതാ മറ്റേ അത് ഈ ട്രേഡ് ക്ലോസ് ചെയ്ത കാരണം കൊണ്ടാണ്. അത് കാരണം കൊണ്ടുള്ള ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച. ഇനി ഇപ്പോൾ തിങ്കളാഴ്ചത്തെ വീഡിയോ ഞാൻ നാളെ ചെയ്യാം. തിങ്കളാഴ്ചത്തെ വീഡിയോ ഇനി അടുത്ത ദിവസം വരുമ്പോൾ ചെയ്യാം. ഓക്കെ, ഇത് വെള്ളിയാഴ്ചത്തെ ദിവസത്തെ വീഡിയോ ഉണ്ടോ? ആ താഴെ ഡേറ്റ് നോക്കി കഴിഞ്ഞാൽ കാണാം. ആ ട്രേഡിൻ്റെ താഴെ ഡേറ്റ് എടുപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യും. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയാനുള്ള മറ്റേ കാര്യം, 100 days ഓഫ് ചലഞ്ചിൻ്റെ കാര്യം, അത് എല്ലാവരും ഒന്ന് കാര്യമായിട്ട് ചിന്തിക്കൂ. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒറ്റ ദിവസം സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി ചെയ്യാം. ആദ്യം കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് എണ്ണം കൂട്ടട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. എല്ലാ കമൻറ്റും റിപ്ലൈ ചെയ്യാറുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്തൊരു കമൻറ്റ് ചെയ്യാൻ മടി, ധൈര്യമായിട്ട് ചെയ്യും. അപ്പോൾ 3 മണിയായി. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അതെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക എല്ലാവരും. ഓക്കെ, പിന്നെ ഇതിൻ്റെ കാര്യം കണ്ടോ, ഇപ്പോൾ 11,666
11,131 ഉണ്ടാവുള്ളൂ. 528 ആഡ് ചെയ്യുമ്പോൾ 11,666. ഇതിലും വേറെ ആണ്ട് കട്ടിങ് ഉണ്ടെന്നുണ്ട്. ഇതിനകത്തൊരു 24 മണിക്കൂർ കഴിഞ്ഞാൽ അതിനെ ഫുൾ എമൗണ്ട് അറിയാൻ പറ്റുള്ളൂ. അതിൽ ആണ്ട് കട്ടിങ് ഉണ്ട്. ഫുള്ള് കട്ടിങ് ഷേവിങ് ആണല്ലോ. ഓക്കെ, എനിവേ, അപ്പോൾ ആ 100 ഡേയ്സ് ഓഫ് ചലഞ്ചിൻ്റെ എല്ലാവരും ആലോചിക്കുക. എന്നിട്ട് നമുക്ക് ഉത്തരം തരൂ, കമൻറ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു, ബൈ ഓൾ.